പശ്ചിമേഷ്യയിൽ വീണ്ടും പുകയുന്ന യുദ്ധഭീതിയും ഉച്ചസ്ഥായിലെത്തിയ കനത്ത വേനൽച്ചൂടും യുഎയിലെ തൊഴിൽ റിക്രൂട്ട്മെന്റ് മേഖലയിൽ വലിയ മന്ദഗതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആഗോള സാമ്പത്തിക രംഗത്തെ പുതിയ അനിശ്ചിതത്വങ്ങൾ കാരണം ചെലവ് ചുരുക്കൽ നടപടികളിലേക്ക് വൻകിട മൾട്ടിനാഷണൽ കമ്പനികൾ കടന്നതോടെ വിസിറ്റ് വിസയിലും മറ്റും പുതിയ ജോലി തേടി യുഎയിലെത്തുന്ന പ്രവാസികൾക്ക് കടുത്ത വെല്ലുവിളികളാണ് നേരിടേണ്ടി വരുന്നത്. എന്നാൽ വിപണിയിലെ ഈ പ്രതിസന്ധി എല്ലാവരെയും ഒരുപോലെയല്ല ബാധിച്ചിരിക്കുന്നത് എന്നതാണ് വസ്തുത. പരമ്പരാഗത തസ്തികകളിൽ ജോലി ചെയ്യുന്ന ഒരു വിഭാഗം തൊഴിലാളികൾ തൊഴിൽ സുരക്ഷാ ഭീഷണി നേരിടുമ്പോൾ വിപണിയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും സാങ്കേതികവിദ്യ അധിഷ്ഠിത മേഖലകളിൽ വലിയ സാധ്യതകളുണ്ടെന്നും വ്യക്തമാക്കുന്ന മറ്റൊരു വിഭാഗവുമുണ്ട്. യുഎഇ തൊഴിൽ വിപണിയിലെ നിലവിലെ സങ്കീർണമായ സാഹചര്യം നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. പശ്ചിമേഷ്യയിലെ സൈനിക സംഘർഷങ്ങളും ആഗോള സാമ്പത്തിക ഘടനയിലുണ്ടായ ആഘാതങ്ങളും കമ്പനികളെ പുതിയ വികസന പദ്ധതികൾ താൽക്കാലികമായി നീട്ടിവെക്കാൻ നിർബന്ധിതരാക്കിയിട്ടുണ്ട്. ട്രേഡിംഗ്, ലോജിസ്റ്റിക്സ്, ടൂറിസം, റീറ്റെയിൽ, സിവിൽ നിർമ്മാണം, ജനറൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ പരമ്പരാഗത മേഖലകളിലാണ് ഈ തൊഴിൽ മന്ദഗതി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. വൻകിട കമ്പനികൾ റിസ്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പുതിയ നിയമനങ്ങൾ നിർത്തിവെക്കുകയും അത്യന്താപേക്ഷിതമല്ലാത്ത തസ്തികകളിലേക്ക് ആളെ എടുക്കുന്നത് നീട്ടിവെക്കുകയും ചെയ്യുകയാണ്. നിലവിലുള്ള ജീവനക്കാരെ വെച്ച് തന്നെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന കോസ്റ്റ് കട്ടിംഗ് നയമാണ് ഭൂരിഭാഗം സ്ഥാപനങ്ങളും സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന് പുറമെയാണ് യുഎയിലെ വേനൽക്കാല കാലാവസ്ഥയുണ്ടാക്കുന്ന പ്രതിസന്ധി. ചൂട് 45 മുതൽ 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയർന്നതോടെ വിസിറ്റ് വിസയിലെത്തി കമ്പനികളിൽ നേരിട്ട് കയറിയിറങ്ങി ജോലി അന്വേഷിക്കുന്ന രീതിയും വോക്ക് ഇൻ ഇന്റർവ്യൂകളും കഠിനമായി മാറിയിരിക്കുന്നു. കൂടാതെ വേനലവധിക്കാലത്ത് കമ്പനിയിലെ ഉയർന്ന HR ഉദ്യോഗസ്ഥർ സ്വന്തം നാടുകളിലേക്ക് അവധിയിൽ പോകുന്നത് നിയമന നടപടികൾ വൈകുന്നതിന് മറ്റൊരു കാരണവുമാകുന്നുണ്ട്. സ്വകാര്യ മേഖലയിലെ നിർബന്ധിത സ്വദേശിവൽക്കരണ നയം യുഎഇ ഭരണകൂടം കൂടുതൽ കർശനമാക്കിയതോടെ HR അഡ്മിനിസ്ട്രേഷൻ, എൻട്രി ലെവൽ അക്കൗണ്ടിംഗ് തുടങ്ങിയ തസ്തികകളിൽ പ്രവാസികൾക്ക് ലഭിച്ചിരുന്ന തൊഴിലവസരങ്ങൾ പരിമിതപ്പെട്ടിരിക്കുകയുമാണ്. ഇതിനൊപ്പം കമ്പനികൾ CV സ്ക്രീനിങ്ങിനും പ്രഥമഘട്ട നിയമനങ്ങൾക്കുമായി നിർമ്മിത ബുദ്ധി അഥവാ AI സാങ്കേതികവിദ്യ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയതും പരമ്പരാഗത തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് കുറച്ചു. മറുവശത്ത് VPN സാങ്കേതികവിദ്യകളും വിദേശ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രവർത്തനങ്ങളും കാരണം വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങളും സൈബർ തട്ടിപ്പുകളും വർദ്ധിക്കുന്നതും ഉദ്യോഗാർത്ഥികളെ കബളിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്നുണ്ട്. നിയമന നടപടികളിൽ കൂടുതൽ കർശനമായ പശ്ചാത്തല പരിശോധനകൾ കമ്പനികൾ ഏർപ്പെടുത്തിയതും പ്രക്രിയകൾ വൈകാൻ ഇടയാകുന്നു. നിലവിലെ തൊഴിൽ വിപണിയെക്കുറിച്ച് രണ്ട് തരം അഭിപ്രായങ്ങളാണ് പ്രവാസി സമൂഹത്തിനിടയിലുള്ളത്. ഒരു വിഭാഗം വ്യക്തമാക്കുന്നത് തങ്ങളുടെ ജോലിയുടെ സുരക്ഷിതത്വം വലിയ ഭീഷണിയിലാണെന്നാണ്. പ്രത്യേകിച്ച് അൺസ്കിൽഡ്, സെമി സ്കിൽഡ് ജോലി ചെയ്യുന്നവരും എൻട്രി ലെവൽ തസ്തികകളിലുള്ളവരും ശമ്പളം വെട്ടിക്കുറയ്ക്കൽ, ജോലി നഷ്ടപ്പെടൽ, ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കൽ തുടങ്ങിയ ഗുരുതരമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. പുതിയ വിസകൾക്കുള്ള ചെലവുകൾ വർദ്ധിച്ചതും ലേബർ മാർക്കറ്റിന്റെ കാഠിന്യവും ഇക്കൂട്ടർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ മറുവശത്ത് കാര്യമായ പ്രതിസന്ധികളൊന്നുമില്ലെന്നും യോഗ്യതയ്ക്കനുസരിച്ച് മികച്ച അവസരങ്ങൾ ഇപ്പോഴും വിപണിയിലുണ്ടെന്നും വാദിക്കുന്ന മറ്റൊരു വിഭാഗവുമുണ്ട്. പരമ്പരാഗത ജോലികളിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും പ്രത്യേക നിശ്ചിത നൈപുണ്യം ആവശ്യമുള്ള മേഖലകളിൽ ഇപ്പോഴും നിയമനങ്ങൾ സജീവമാണ്. പരമ്പരാഗത തസ്തികകൾ വെട്ടിച്ചുരുക്കുമ്പോഴും ചില പ്രത്യേക നോളജ് ബേസ്ഡ് മേഖലകളിൽ വലിയ തൊഴിൽ സാധ്യതകളാണ് യുഎഇയിൽ ഇപ്പോഴുമുള്ളത്. IT, ഇൻഫർമേഷൻ സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി, നിർമ്മിത ബുദ്ധി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡേറ്റ അനലിറ്റിക്സ് തുടങ്ങിയ ഡിജിറ്റൽ സാങ്കേതിക മേഖലകളിൽ വിദഗ്ധരായ ഉദ്യോഗാർത്ഥികളെ കമ്പനികൾ സജീവമായി തിരയുന്നുണ്ട്. കൂടാതെ സ്പെഷ്യലൈസ്ഡ് ഹെൽത്ത് കെയർ, അതായത് ഡോക്ടർമാര്, നാഷണൽ ലൈസൻസ് ഉള്ള നഴ്സുമാര്, അഡ്വാൻസ്ഡ് ടെക്നീഷ്യന്മാർ, അതുപോലെ വൻകിട അടിസ്ഥാന സൗകര്യ വികസന, സിവിൽ എഞ്ചിനീയറിംഗ്, ഫിൻടെക്, എനർജി സെക്ടർ എന്നീ മേഖലകളിലും ആവശ്യത്തിന് ആൾക്കാരെ കിട്ടാനില്ലാത്ത അവസ്ഥയാണുള്ളത്. അതായത് വിപണിക്ക് അനുയോജ്യമായ രീതിയിൽ അപ്സ്കില്ലിംഗ് നടത്തിയ പ്രൊഫഷണലുകൾക്ക് യുഎഇയിൽ ഇപ്പോഴും ഉയർന്ന ശമ്പളത്തിൽ തൊഴിൽ സുരക്ഷ ലഭ്യമാണ് എന്ന കാര്യം ഉറപ്പാണ്. നിലവിൽ അനുഭവപ്പെടുന്ന ഈ പ്രതിസന്ധിയും മന്ദഗതിയും താൽക്കാലികം മാത്രമാണെന്നാണ് പ്രമുഖ സാമ്പത്തിക വിദഗ്ധരും HR കൺസൾട്ടന്റുമാരും വിലയിരുത്തുന്നത്. വേനലവധിയും വലിയ ചൂടും അവസാനിക്കുന്നതോടെ ഓഗസ്റ്റ് അവസാനത്തോടെയും സെപ്റ്റംബർ മാസത്തോടെയും യുഎഇ തൊഴിൽ വിപണി വീണ്ടും ശക്തമായി തിരിച്ചെത്തും. അവധിക്കാലം കഴിഞ്ഞ് ബിസിനസ് മേധാവികളും ഉയർന്ന HR മാനേജർമാരും തിരികെ എത്തുന്നതോടെ നിർത്തിവെച്ച റിക്രൂട്ട്മെന്റുകൾ പുനരാരംഭിക്കുകയും ചെയ്യും. കൂടാതെ ദുബായ് എക്സ്പോ സിറ്റി കേന്ദ്രീകരിച്ചുള്ള പദ്ധതികളും യുഎഇയുടെ വിഷൻ 2031 പദ്ധതികളുടെ ഭാഗമായുള്ള പുതിയ വികസന തരംഗങ്ങളും സെപ്റ്റംബറോടെ പുതിയ തൊഴിലവസരങ്ങളുടെ വാതിലുകൾ തുറക്കുമെന്നാണ് വിപണി കണക്കുകൂട്ടുന്നത്. ഗൾഫിലേക്ക് തൊഴിലന്വേഷിച്ച് പോകാൻ തയ്യാറെടുക്കുന്ന പ്രവാസികൾ പരമ്പരാഗത രീതികൾക്ക് പകരം സാങ്കേതികവിദ്യ അധിഷ്ഠിത കോഴ്സുകൾ അഭ്യസിക്കാനും ഓൺലൈൻ പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമുകൾ വഴി ആസൂത്രിതമായി ജോലികൾക്ക് അപേക്ഷിക്കാനും ശ്രദ്ധിക്കണം. വിപണിയിലെ താൽക്കാലിക തളർച്ച മാറുന്നതോടെ പുതിയ അവസരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസി സമൂഹം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.